എൻ പ്രിയനേ യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ, നിൻ കരമെൻ മേൽ വയ്ക്കാ, ശുദ്ധി ചെയ്യന്നേ. നിൻ കരമെൻ മേൽ വയ്ക്കാ, ശുദ്ധി ചെയ്യന്നേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കാലഘട്ടങ്ങളിൽ നമ്മളെയും നമ്മുടെ തലമുറകളെയൊക്കെ ആശയക്കുഴപ്പത്തിലാക്കുന്നതായ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു വിഷയത്തെപ്പറ്റി പഠിക്കുവാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കൾക്കും തലമുറകൾക്കുമൊക്കെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിവുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിഷയത്തെപ്പറ്റി വചനത്തിൽ നിന്ന് പഠിപ്പാനായിട്ട് തീരുമാനിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരത്തെ പറ്റിയുള്ള ഉത്തമ ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട അനിവാര്യമാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഇപ്രകാരമാണ്: നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവീൻ. ശരീരത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആ ശരീരത്തെപ്പറ്റി വ്യക്തമായ ബോധ്യവും അറിവും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ആരും കൊടുക്കാത്തത്. നമ്മുടെ ആത്മീയത അത് ഹൃദയത്തിൽ ഒതുങ്ങുന്നതാണ്. ആത്മീയത നമ്മുടെ അകത്തേതാണ്, പുറത്ത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയുള്ളതായ ചിന്തകളും പഠിപ്പീരുകളും ഒക്കെ ഉള്ള ഒരു ലോകത്തിൽ ദൈവം പറയുന്നു നമ്മുടെ ശരീരത്തിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഈ ഒരു വിഷയം പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇത് ദൈവത്തെ അറിയുന്നതായ ഒരു കൂട്ടം ജനത്തോടാണ് ഞാനിത് പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ദൈവ ഭയമുള്ള ദൈവ പൈതലായി ദൈവമക്കളായി തീർന്നവരോടാണ് പ്രത്യേകിച്ച് ഇത് ഓർമ്മിപ്പിക്കുന്നത്. കാരണം നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്ന ഇപ്രകാരമാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്കു വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഈ 3 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ശരീരത്തിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എത്ര വലുതാണ് എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ശരീരത്തെ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ അനേകരിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പലതരത്തിൽ അതിനെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇന്നത്തെ നമ്മുടേതായ മോറൽ ലൈഫിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ലോകം എന്തു പറയുന്നുവോ അതിനു പുറകെ ഓടുവാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു യുവതലമുറകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായ മാതാപിതാക്കളുമാണ്. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുന്നു: ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല,
ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇവിടെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഒരുവൻ ലോകമോഹങ്ങളിൽ മുഴുകി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് അവൻ്റെ ശരീരത്തെ മലിനപ്പെടുത്തുവാൻ വളരെയധികം സാധ്യതകളുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്ന 3 കാര്യങ്ങൾ: 1 ജഡത്തിൻ്റെ മോഹം, 2 കണ്ണിൻ്റെ മോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇത് 3മാണ് ഒരുവൻ്റെ ശരീരത്തെ മലിനപ്പെടുത്തുവാനായിട്ട് സാധ്യതയുള്ളത്. കാരണം ഇതിലൂടെയാണ് ബാക്കിയുള്ള പാപങ്ങളെല്ലാം ഒരുവൻ്റെ ജീവിതത്തിലേക്ക്, തൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെയാണ് ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ കഴിയാതെ പാപത്തിൽ വീണ് മലിനപ്പെട്ടു പോകുന്നത്. എന്നാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ചില ഉദാഹരണ സഹിതം നമ്മൾ പഠിക്കാം എങ്ങനെയൊക്കെയാണ് ഇതിനെ നമ്മൾ വിശുദ്ധിയോടെ നിലനിർത്തേണ്ടത് എന്ന്. അതിന് ചിലരുടെ വ്യക്തി ജീവിതങ്ങളെ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് പഠിക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ച ദൈവം, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന ദൈവം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ഒരു വിശുദ്ധ ജീവിതം നയിക്കണം എന്നുള്ളത് മാത്രമാണ്. അതിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ പുറമേയുള്ള മറ്റെല്ലാ പ്രകർശനങ്ങളും അല്ലെങ്കിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്നതായ ശബ്ദകോലാഹലങ്ങളോ മറ്റെന്തുമായിക്കൊള്ളട്ടെ, അതൊന്നും ദൈവസന്നിധിയിൽ പ്രസാദമുള്ളതായി മാറുകയില്ല. ജീവിതത്തെ, ശരീരത്തെ എത്രത്തോളം ജീവനും വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് ദൈവത്തിന് അർപ്പിക്കുന്നുവോ ആ അർപ്പണമാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 6:19 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ ഇനി മുതൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയണം. ഈ ഒരു അറിവാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. നമ്മളെ സർവശക്തനായ ദൈവം പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്നും പാപത്തിൻ്റെ കെണിയിൽ നിന്നും മലിനതയിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു. ആ വിലയെ നമ്മൾ തിരിച്ചറിയണം. വിലയ്ക്ക് വാങ്ങി എന്ന് പറയുന്നത് എന്താണ്? ആ വില കാൽവറിയിൽ ചൊരിഞ്ഞതായ രക്തം. ദൈവത്തിൻ്റെ പുത്രനെ കാൽവറിയിൽ യാഗമാക്കി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ താൻ ചൊരിഞ്ഞ രക്തത്തിൻ്റെ വില. അങ്ങനെ ആ വില തന്നാണ്, പ്രാണൻ്റെ വിലയാണ്, പ്രാണനെ നൽകിയാണ് നമ്മളെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ സ്വന്തമാക്കിയത്. എന്നിട്ട് ഇന്ന് നമ്മൾ പറയുന്നത്, എൻ്റെ പണം, എൻ്റെ ശരീരം, എൻ്റെ ആരോഗ്യം, ഞാൻ ഇഷ്ടമുള്ളതുപോലെ എൻ്റെ ഈ ജീവിതം ഞാൻ നയിക്കും, എന്നെ ആരും ഉപദേശിക്കേണ്ട, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് ജീവിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, എന്ത് കഴിക്കണം, എന്തുടുക്കണം, ഞാൻ എങ്ങനെ പോകണം, ഞാൻ എവിടെ പോകണം, ഇതൊക്കെ തീരുമാനിക്കുവാനുള്ളതായ അധികാരം എനിക്കുണ്ട്, ഞാൻ അങ്ങനെ ജീവിക്കും എന്ന് പറയുന്ന ഒരു യുവതലമുറ, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കൾ, അവിടെയാണ് നമ്മൾ തലമുറകളെ തെറ്റിലേക്ക് നയിക്കുന്നത്. ഇവിടെ പറയുന്നത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങി, നിങ്ങളിപ്പോൾ വിലയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ വി ബിലോങ്സ് ടു ഗോഡ്, ദൈവത്തിനുള്ളവരാണ് എന്നുള്ള തിരിച്ചറിയണം. അപ്പോൾ നമുക്കിനിയിപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് സ്വന്തമായിട്ട് ജീവിക്കുവാൻ കഴിയില്ല. ആകയാൽ നിങ്ങളുടെ ഈ ശരീരം ഇപ്പോൾ ദൈവത്തിന് വേണ്ടി മേടിച്ചിരിക്കുക. ആ ദൈവത്തെ ശരീരം കൊണ്ട് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. അപ്പോൾ നമ്മൾ ഓരോ മേഖലകളിലും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എൻ്റെ സംസാരത്തിലൂടെ, ഞാൻ എൻ്റെ കൊടുക്കൽ വാങ്ങലിലൂടെ, ഞാൻ എൻ്റെ യാത്രകളിലൂടെ, ഞാൻ കഴിക്കുന്നതിലൂടെ, ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങളിലൂടെ, ഞാൻ ഇരിക്കുന്ന സ്ഥലങ്ങളിലൂടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തെ അവിടെ എവിടെയെങ്കിലും ഉയർത്തുവാൻ കഴിയുന്നുണ്ടോ? അതോ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുകയാണോ? പിശാചിന് ഞാൻ ഇടം കൊടുക്കുകയാണോ? ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ പഠിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന പ്രിയമുള്ളവരെ. ഈ അറിവില്ലാത്തത് കൊണ്ടാണ് ലോകം എന്തു പറയുന്നുവോ, നമ്മൾ മുമ്പേ വായിച്ചോ, ലോകവും അതിൻ്റെ മോഹവും ഇന്ന് ലോകം പഠിപ്പിക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യമാണിത്, നമുക്ക് എന്ത് തിന്നണം, എന്ത് കുടിക്കണം, എവിടെ പോകണം, എന്ത് ധരിക്കണം, ഇതിനൊക്കെ ഉള്ളതായ റൈറ്റ് നമുക്കുണ്ട്. അത് ഈ ലോകക്കാർക്കാണുള്ളത്.
എന്നാൽ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ ആദ്യം പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരോട് പറയുന്നത്, നമ്മുടെ പൗരത്വം ഇവിടെ അല്ല. നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഈ ലോകത്തിനുള്ളവരല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മുടെ നിലവാരം മുഴുവനും, അത് കഴിക്കുന്നതിലായാലും കുടിക്കുന്നതിലായാലും ധരിക്കുന്നതിലായാലും നടക്കുന്നതിലായാലും സംസാരിക്കുന്നതിൻ്റെ അകത്താണേലും പ്രവൃത്തിയിലാണേലും ആ സ്വർഗീയമായ പൗരത്വത്തിൻ്റെ ആ കൾച്ചർ, ആ സംസ്കാരമായിരിക്കണം ഞാനും നിങ്ങളും ഫോളോ ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ദൈവത്തിൻ്റെ നാമം എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നാമം ഓൾറെഡി വിശുദ്ധമായ നാമമാണ്. പക്ഷെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ അർത്ഥം എന്താ? എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടരുത്. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു പിതാവ് അല്ലെങ്കിൽ മക്കളോട് പറയും, മോനെ നീ വെളിയിൽ പോയി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പന് പേരുദോഷമുണ്ടാകും, അപ്പൻ്റെ നാമം ദുഷിക്കപ്പെടും. അതുതന്നെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം എൻ്റെ ജീവിതത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടണം എന്ന് വെച്ചാൽ മറ്റുള്ളവർ നോക്കുമ്പോൾ ഞാനൊരു വിശുദ്ധനായി ജീവിച്ച് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. അതിനാണ് ഒന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് മുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, ദൈവത്തിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ ദുഷിക്കപ്പെടുവാൻ, എൻ്റെ ജീവിത ശൈലി കൊണ്ട് ദുഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരരുത്. അതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ പ്രാർത്ഥന. നിൻ്റെ രാജ്യം വരേണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഈ ഭൂമിയിലാണെങ്കിൽ തന്നെയും നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ ചെയ്യുന്നതൊക്കെ നിൻ്റെ ഇഷ്ടമായിരിക്കണമേ. നിൻ്റെ രാജ്യത്തെ ആയിരിക്കണം ഞാൻ പ്രതിദാനം ചെയ്യേണ്ടത്. എൻ്റെ പ്രവൃത്തികളിലൂടെ ദൈവിക രാജ്യത്തിൻ്റെ ഒരു മോഡൽ, അല്ലെങ്കിൽ അതിനെ ഞാൻ ഇവിടെ വരച്ചു കാട്ടുന്നതായിരിക്കണം എൻ്റെ ജീവിതശൈലി. അപ്പോഴെന്നെ നോക്കുന്നവരറിയും, ഇവൻ്റെ സംസ്കാരത്തിനൊരു വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ പലപ്പോഴും ഇന്ന് ഓരോ തെറ്റുകൾ ചെയ്തിട്ട് നമ്മൾ ന്യായീകരിക്കുന്നത്, അത് വസ്ത്രധാരണത്തിലായിക്കൊള്ളട്ടെ, ആഹാര രീതിയിലായിക്കൊള്ളട്ടെ, സംസാര രീതിയിലായിക്കൊള്ളട്ടെ, കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ആയിക്കൊള്ളട്ടെ, നമ്മളെല്ലാ മേഖലകളും നമ്മളെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, അതിവിടുത്തെ ഒരു സംസ്കാരം അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ സംസ്കാരം ഈ ലോകത്തിൻ്റെ സംസ്കാരത്തെ ഫോളോ ചെയ്യുവാനുള്ളവരല്ല. സ്വർഗീയ സംസ്കാരത്തെ ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇനിയും ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, ഈ മഹത്വകരമായ ശരീരം നമുക്ക് തന്നത്, മൃഗങ്ങൾക്കോ മറ്റു ജീവജാലങ്ങൾക്കോ ഇല്ലാത്തതായ സവിശേഷതയോടുകൂടി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. 139 സങ്കീർത്തനത്തിൻ്റെ 13 14 വായിക്കുന്നത് ഇങ്ങനെയാണ്: നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുകയാണ്, ഭയങ്കരവും അതിശയകരവുമായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഈ ഒരു അറിവ് നമുക്കുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ് നമ്മൾ ആരാണ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റ് ജീവജാലങ്ങളെയോ മൃഗങ്ങളെപ്പോലെ ഒന്നുമല്ല മനുഷ്യൻ. ഇവിടെ പറയണ ഭയങ്കരവും അതിശയകരവുമായി, അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി. ആ ഒരു വലിയ ഇമ്പോർട്ടൻസ് നമ്മുടെ ശരീരത്തിന് ദൈവം കൊടുത്താൽ നമ്മളെ സൃഷ്ടിച്ച, അല്ലാതെ അതിന് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് മറ്റു മൃഗങ്ങളെപ്പോലെ ജീവിക്കാനല്ല. അപ്പോഴതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഞാൻ ഇത് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഇത് തുറന്ന് കേൾക്കുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അത് പഠിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ, തലമുറകളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ വലിയ കൃപ തരണമേ അപ്പ.
ഞങ്ങളുടെ ശരീരത്തെപ്പറ്റിയുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും നൽകണമേ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നതാണ്. അതിൻ്റെ പുറകെ പോയി ദൈവത്തിൻ്റെ മന്ദിരവും വിശുദ്ധവുമാകുന്ന ദൈവം ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ച ഈ ശരീരങ്ങളെ കർത്താവെ നശിപ്പിക്കുവാൻ ഇടയാകരുത്, മലിനപ്പെടുത്തുവാൻ ഇടയാകരുത്. അതിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനുള്ള കൃപ തരണം. പഠിക്കുന്നവർ അതനുസരിപ്പാനുള്ള കൃപ തരണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.